ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സബ്ജക്ട് എടുത്ത് ചെയ്യാതിരിക്കണ്ട എന്ന് കരുതും തോറും പിന്നെയും അതേ വാർത്തകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് ചെയ്തു പോവുകയാണ്. ഓരോ ദിവസവും നമ്മളത് കേൾക്കുമ്പോൾ ചെയ്തു പോവുകയാണ്. കഴിഞ്ഞ ദിവസം വേറെ സബ്ജക്റ്റ് ഒന്നുമല്ല, രേണുസുതി എന്ന സബ്ജക്ട് തന്നെയാണ്. ഞാൻ അവരുടെ PR വർക്കറൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത അവരെ കുറിച്ച് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വേറൊരു വാർത്തയായിരുന്നു. അതൊക്കെ ഒന്ന് തങ്ങിയൊക്കെ നിന്ന് കേസും ബുക്കാറും ഒക്കെ ആയിട്ട് പരസ്പരം തമ്മിത്തല്ലും പൂരും ഒക്കെ കഴിഞ്ഞ വ്ളോഗർമാരെ കുറച്ച് ഒതുങ്ങിയതാണ് ഞാൻ കരുതിയത്, അവർക്കെതിരെയുള്ള വാർത്തകൾ. പക്ഷേ പിന്നീട് ഒരു വാർത്ത ഒരു ദിവസമായിട്ട് യൂട്യൂബിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. വേറൊന്നുമല്ല, രേണുസുധിയുടെ വീട്ടിലെ കാഴ്ചകൾ. ഒരു ക്യാമറ ആരാണെന്ന് എനിക്ക് സൗണ്ട് കുറച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരുടെ മകനായിട്ടുള്ള കിച്ചുവാണ്, കിച്ചുവിന്റെ സൗണ്ടാണ് അതെന്ന്. അവൻ തമ്പനയിൽ ഇങ്ങനെയാണ്: സുധിച്ചേട്ടന്റെ ട്രോഫികൾ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ വീട്ടിലെ രേണുവിന് ആൾക്കാര് ദയോടുകൂടി കൊടുത്ത, രേണുവിന്റെ മക്കൾക്ക് കൊടുത്ത വീട് വെറും എന്താ പറയുക, അലക്കുകാരുടെ വീട് പോലെയുണ്ട്. അല്ലെങ്കിൽ മൊത്തം തുണികളാണ്, വീട്ടിൽ മുഴുവൻ വിരിച്ചിട്ടിരിക്കുന്ന തുണികളാണ്. ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ ലജ്ജയുണ്ട് കേട്ടോ. സത്യത്തിൽ ഞാൻ ഇതിന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയതാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. അപ്പോൾ ക്യാമറയുമായിട്ട് ഇളയ പയ്യന്റെ കൂടെ കിച്ചു അകത്തോട്ട് പോകുന്നു. അപ്പം പയ്യൻ പറയുന്നു, അച്ഛന്റെ ട്രോഫികൾ എന്ന് പറഞ്ഞാൽ താഴെ ഒരു വലിയ കിറ്റിനകത്ത്, ഒരു ചാക്ക് പോലത്തെ കിറ്റിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ മൊത്തം പുറത്തൊന്നും എടുത്ത് കാണിക്കുന്നില്ല, അടുക്കി ആ കട്ടിലെ മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ പറഞ്ഞത് ഇത് അമ്മയുടെ ട്രോഫി എന്നൊരു 3-4 ട്രോഫികൾ അവർക്ക് കിട്ടിയ, രേണുവിന്റെ കുറച്ച് ട്രോഫികൾ ടീപ്പോയിലിരിക്കുന്നു. അപ്പോ ഇപ്പോഴത്തെ നമ്മുടെ സൈബർ റോളികളുണ്ടല്ലോ, ഒരു 5-6 പേരൊക്കെ ഉള്ളവർ, അവരുടെ പേരുകളൊന്നും എനിക്ക് പേര് പറയുന്നത് താല്പര്യമില്ല, വേറെ ഒന്നും കൊണ്ടല്ല. കുറെ എണ്ണം ഉണ്ടല്ലോ, ഒരു 10 എണ്ണം. ഇവന്റെയൊക്കെ പേര് നമ്മളെന്തിനും ഇവരൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്നത് എന്റെ ആവശ്യമുണ്ടോന്നും തോന്നിയില്ല. എങ്കിൽ എന്നെ അമ്മാച്ചന്മാരും ഓളികളും ഒക്കെ ഉണ്ട്, അതിനകത്ത് സൈബർ റോളികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ കുറെ എണ്ണം പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് 1-2 മാർക്കിട്ട് അവർ കേസ് കൊടുത്തോണ്ട് കുറച്ച് ഒതുക്കത്തിലായിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം നല്ല തലയ്ക്ക് നോക്കി തന്നെ ഇനിയിപ്പം കൊടുക്കുമ്പോൾ ചിലപ്പോൾ പഠിക്കുമായിരിക്കും. അതിനിപ്പോ ആ അവസരം അവർ തന്നെ രേണുവിന്റെ കയ്യിൽ വെട്ടി കൊടുക്കുമായിരിക്കും. ഇനിവേ എന്ത് തന്നെ ആയാലും വന്നിപ്പോ അതുങ്ങളുടെ വീട്, ആ കുഞ്ഞിന്റെ മുഖമൊക്കെ കാണിച്ച് കുറച്ച് പേരൊക്കെ ബ്ലർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് കിച്ചു അവന്റെ വ്ളോഗിൽ ചെയ്തൊരു സംഭവമാണ്. അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ കിച്ചുവിന്റെ വ്ളോഗ് എടുത്ത് ഫുള്ളായിട്ട് കാണുന്നവർക്ക് അറിയാം ഇത് യുവന്മാര് ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണെന്ന്. അതായത് രേണുവിനെ നാറ്റിക്കണം അല്ലെങ്കിൽ രേണുവിനെ ചവിട്ടി താഴ്ത്തണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ ഇത് ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് കിച്ചു എന്ന് പറയുന്ന സുധിയുടെ മകൻ, അല്ലെങ്കിൽ രേണുവിന്റെയും സുധിയുടെയും മൂത്ത മകൻ ചെയ്തൊരു വ്ളോഗ് ഫുള്ളായിട്ട് കാണുന്നവർക്ക്. ഞാൻ ആ വ്ളോഗ് ഫുള്ളിരുന്ന് കണ്ടു. ആക്ച്വലി അവൻ രാവിലെ രേണുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. രേണുവിന്റെ അല്ല, അവന്റെ അനിയനെ കാണാൻ പോകുന്നു. അനിയൻ അവിടെ ചേട്ടനെ കാത്തിരിക്കുന്നു. അവൻ എന്തൊക്കെയോ അവൻ കൗതുകമായിട്ട് ചേട്ടനെ കണ്ടതിന്റെ ഒരു സന്തോഷത്തിൽ പല കാര്യങ്ങളും കൊണ്ട് കാണിക്കുന്നു. ആ കൂട്ടത്തിൽ വീട്ടിൽ അലങ്കോലപ്പെട്ടിരിക്കുന്ന വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടില് അപ്പൊ തന്നെ അയ കെട്ടി ഉണക്കി, എല്ലാ വീട്ടിലും അയ കെട്ടിയിട്ടാണോ ഒരു 3 സെന്റിൽ താമസിക്കുന്ന ആൾക്കാര്, ഈ പറയുന്ന 4 സെന്റിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ തുണിയൊക്കെ എവിടെയിട്ടാണ് ഉണക്കുന്നത്? മതിലിന്റെ പുറത്തും ചിലപ്പോൾ ഇന്റർലോക്ക് ചെയ്ത് തറയിലും ഒക്കെ ഇട്ടായിരിക്കും ഉണക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ മേളത്തെ ടെറസിന്റെ മുകളിലൊക്കെ തറയിലിട്ട് ഉണക്കാറുണ്ട്. നിങ്ങളൊക്കെ ഇനി തലയിലിട്ടാണോ മറ്റേ പുതച്ചോണ്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. തുണിയൊക്കെ പുതച്ചോണ്ട് പോയിട്ടാണോ ഉണക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അത് അവരവിടെ ഉണക്കാനും എന്തിട്ടിരിക്കുന്ന തുണിയാണ്. അവരുടെ വീടല്ലേ, അവർക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം. ഇവന്മാരൊന്നും തീരഴി കൊടുത്ത വീടല്ലല്ലോ രേണുസുധിയുടേത്. പറച്ചിലേട്ടതൊന്നും ഇവരുടെ കുടുംബസ്വത്ത് പകുതി വെച്ച് കൊടുത്തതാണെന്ന് രേണുസുധിക്ക്. ഇത് രേണുസുധിയുടെ വീടല്ല, സുധീർ ചേട്ടന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന വീടാണ്. അത് എന്താ വൃത്തികേടായിട്ട്. ഇവന്റെയൊക്കെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ നാറ്റം കൊണ്ട് ചിലപ്പോൾ ഓടും നമ്മള്. ആ പരുവത്തിനായിട്ടായിരിക്കും കിടന്ന്. ഈ ഹോം ടൂർ കാണിക്കുന്നവർ എന്താ കാണിക്കുന്നത്? ഒരു നല്ല രീതിക്ക് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ട്, അല്ലാതെ ലൈവ് വെച്ച് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊന്ന് ചെന്ന് നോക്കിയാൽ അറിയാം ഇപ്പൊ ഈ പറയുന്നവന്മാരുടെയൊക്കെ വീട്ടിൽ എന്ത് പരുവാണെന്നും. പറയുന്നവരുമാരും അവളുമാരും ഉണ്ട് കേട്ടോ, ആണ് മാത്രമല്ല 2 കൂട്ടരും ഉണ്ട്. സോ അതിനകത്ത് കിച്ചു വ്യക്തമായിട്ട് ആ പയ്യനെ പോയി കാണിക്കുന്നതും ആ പയ്യന് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന സന്തോഷം സ്വാഭാവികമായിട്ട് അവന്റെ ചേട്ടനെ അവന് ഇഷ്ടമാണെന്ന് പലവട്ടം രേണു പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിനും ഇഷ്ടമാണ് ഇളയവനെ. അവരുടെ ഒരു ഫാമിലി വ്ളോഗായിട്ട്, അത് എത്രയോ ഫാമിലി വ്ളോഗേഴ്സ് എന്തെല്ലാം കാണിക്കുന്നു. അപ്പൊ അവരുടെ ഫാമിലി വ്ളോഗ് എന്നതിൽ കിച്ചു കാണിച്ച് അവന്റെ ആ വ്ളോഗിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഇതിന് കിച്ചു പരാതിപ്പെടണമെന്ന്, അവന് കിച്ചു സ്ട്രൈക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിനക്ക് അവന്റെ ഫൂട്ടേജ് ഉപയോഗിച്ചിരിക്കുന്നത്, അവന്റെ വീഡിയോയിലെ ഫൂട്ടേജ് എടുത്ത ഈ 5-6 എണ്ണം ഉണ്ടല്ലോ ഈ സൈബർ റോളികൾ, അവന്മാർക്കിട്ട് ശരിക്കും സ്ട്രൈക്കാ കൊടുക്കേണ്ടത്. ചാനൽ പൂട്ടിക്കണം ഇവന്മാരുടെയൊക്കെ, അതാ വേണ്ടത്. എന്നിട്ട് ഈ അടുത്തിരുന്ന് ഉണ്ടാക്കട്ടെ, കുറച്ചങ്ങോട്ട് ഇരുന്ന് കഷ്ടപ്പെടട്ടെ. വെറുതെ ഒരാളുടെ ജീവിതത്തിൽ കയറി അങ്ങോട്ട് മെഴുകുക. അതും അവൻ ഇപ്പൊ രേണുസുധിയുടെ ഷൂട്ടിനെ കുറിച്ചും രേണുസുധിയുടെ സ്വഭാവത്തെ കുറിച്ചും രേണുസുധി കേസ് കൊടുത്തതിനെയൊക്കെ കുറിച്ച് ചിരണ്ടി മടുത്ത്. അപ്പൊ വേറെ കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് രേണുസുധിയുടെ മകനായ കിച്ചു, രേണുസുധിയുടെയും സുധിയുടെ മകനായ കിച്ചുവിന്റെയും വ്ളോഗ് എടുത്ത് അതിൽ അവൻ ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് തമ്പനയിൽ കേൾക്കണം: സുധിച്ചേട്ടന്റെ കഴിവുകളെ അപമാനിച്ചു, സുധിച്ചേട്ടന്റെ വീട് കിടക്കുന്ന പരുവം കണ്ടോ, രേണുസുധി ഇത്ര അവഹേളിക്കുന്ന ഒരാളാണോ സുധിച്ചേട്ടന്റെ കഴിവുകൾ. പിന്നെ കിച്ചുവിന്റെ രേണുസുധിയുടെ ഇളയ മോൻ ഭക്ഷണം കിട്ടാതെ കിടക്കുവാണ്. അവന് ആ ബിരിയാണി കിട്ടിയപ്പോഴാണ് അവന്റെ സന്തോഷം. ബിരിയാണി ഒന്നും അല്ല, KFC ആണ് അവൻ മേടിച്ചു കൊടുക്കുന്നത്. ആ KFC മേടിച്ചു കൊടുക്കുമ്പോ
ഏതൊരു കുട്ടിക്കാണ് KFC കഴിക്കുമ്പോൾ സന്തോഷമില്ലാത്തത്? അതേ സന്തോഷം തന്നെയാണ് അവൻ കാണിച്ചത്. അവനൊരു ചേട്ടൻ എന്ന നിലയിൽ അനിയനെ കാണാൻ പോയി, അവനും അവന്റെ കൂട്ടുകാരനും കൂടെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് ഒരു സന്തോഷത്തിന്റെ പേരിലാണ് അവനത് ചെയ്തത് എന്നാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം. അതൊരു സ്ക്രിപ്റ്റഡ് സ്റ്റോറിയേ അല്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന ഈ മറ്റേ കൂമൻ കണ്ണുകളുമായിട്ടിരിക്കുന്നവന്മാരുണ്ടല്ലോ, ഓമാർ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു അന്തസ്സുണ്ടോളാം നിനക്കൊക്കെ. ഒരു ചേട്ടൻ ചെറുക്കൻ, അവന്റെ അച്ഛനില്ല, അവനുള്ളത് അവന്റെ അമ്മയും അനിയനുമാണ്. അവൻ അത് മനസ്സുകൊണ്ട് അംഗീകരിച്ചിരിക്കുന്നു. അത് അവൻ വ്ലോഗ് ആക്കുന്നു, അവൻ ജീവിച്ചോട്ടെ. അതിനകത്ത് ആരുടെയും പേരുകളോ വീടുകളോ സ്ഥലങ്ങളോ ഒന്നും അവൻ ഇടുന്നില്ല. അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ചേർത്ത് രേണുസുതി അങ്ങ് ചീത്ത വിളിക്കുക. എടാ ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ? എടാ നിനക്കൊന്നും ഒരു പണിയില്ലേടാ? അന്തസ്, ഒരല്പ അന്തസ്, സ്വന്തം കഷ്ടം. എടാ എന്തൊക്കെയാ നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഇതിനൊക്കെ ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ, സീരിയസ് ആയിട്ട് ഞാൻ പറയണം. ഇതിനൊക്കെ നിനക്കൊക്കെ 8ന്റെ പണി വരുന്നുണ്ട്, 8ന്റെ പണി. ഇത് എന്റെ ഭീഷണിയൊന്നുമല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല. എടാ നമ്മളിപ്പോ പരാതി കൊടുക്കുന്നു, തിരിച്ച് കുറെ കാര്യങ്ങൾ ഇവന്മാര് ചെയ്യുന്നതൊക്കെ വൃത്തികളാണ്. രേണുസുതിയുടെ ഭാഗം ന്യായീകരിച്ചാൽ രേണുസുതിക്ക് ന്യായീകരണങ്ങളുണ്ട്. ഇവന്മാര് രേണുസുതിയെ വലിച്ചു കീറുന്നതിന് രേണുസുതിക്ക് ഒരു ന്യായീകരണവും ഇല്ല. പക്ഷെ രേണുസുതിക്ക് ന്യായീകരണങ്ങളുണ്ട്. ബിക്കോസ് ഇവരെ ആരും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഈ പറയപ്പെടുന്ന വ്ളോഗർമാർ, ഈ ഊള വ്ളോഗർമാരെ ഒന്നും അവൾ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. പക്ഷെ ഇവന്മാർ തിരിച്ച് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ അവരെ വിറ്റ് കാശാക്കി 66 ഇപ്പൊ പുതിയൊരുത്തം വന്നിട്ടുണ്ട്. ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അവന്റെ പേരെന്താണ്? ഓക്കെ, എനിവേ ഇവരൊക്കെ പേര് നമ്മൾ തൊട്ട് നടക്കാനാ. ഇനിയിപ്പോ ആൾക്കാർ ഇത് കേട്ടിട്ട് അവന്മാരെ പോയി കാണും. ഇപ്പൊ ഉള്ളത് കണ്ടതൊക്കെ മതി. എന്റെ വായിന്ന് കേട്ടിട്ട് നിന്റെ ഒന്നും ചാനൽ ഒന്നും ആരും കാണണ്ട. സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ രേണുസുതിയും രേണുസുതിയുടെ മകനും അവനും ഇപ്പൊ ഏതാണ്ടൊക്കെ 10-18 വയസ്സ് കഴിഞ്ഞില്ലേ, അവനും കൂടെ ചേർന്ന് ഇവന്മാരൊക്കെ ചാനൽ സ്ട്രൈക്ക് അടിച്ചു കൊടുക്കണം. അതുകൂടാതെ സൈബർ സെല്ലിന് സ്ഥിരം പരാതി കൊടുക്കണം. അങ്ങനെ ഒരു അറുതി വരുന്ന ഒരു തുടരണം രേണു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ കാണിക്കുന്ന ഇച്ചിരി അന്ധകരണം തന്നെ. ആ ചെറുക്കനോട് സ്നേഹമാ, കിച്ചു പാവം എന്ന് 100 വട്ടം പറഞ്ഞിട്ട് അവന്റെ വീഡിയോ ക്രോപ്പ് ചെയ്തെടുത്ത് ഇതിലുണ്ടാക്കിക്കൊണ്ട്, അതായത് സുധിചേട്ടന്റെ ട്രോഫിയും സുധിചേട്ടന്റെ കാര്യങ്ങളും ഒന്നും നല്ല രീതിക്ക് നോക്കുന്നില്ല, വീട് വൃത്തിയാക്കുന്നില്ല. ഈ വീട്ടിൽ അവിടെ പിന്നെ രേണുസുധിയുടെയൊക്കെ കൂടപ്പറപ്പുകൾ, അവരുടെ കൂടപ്പറപ്പുകളൊന്നും അവിടെ രക്തബന്ധത്തിലുള്ള ആൾക്കാർ അവിടെ വന്ന് താമസിക്കുന്നു. അതിൽ ഏതൊരുത്തും പറഞ്ഞിരിക്കുക അവര് വേറെ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വാടകയ്ക്ക് എടുത്ത് വീട്ടിൽ താമസിക്കാതെ രേണുവിന്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. രേണു വീട്ടിലില്ല. പിന്നെ ഉള്ളത് പ്രായമുള്ള അച്ഛനും വേണം. അദ്ദേഹത്തിന് ഈ പറയുന്ന പണിക്ക് പോകാനും അമ്മയ്ക്ക് പണിക്ക് പോകാനും പറ്റത്തില്ല. പിന്നെ ഉള്ളവരും ആ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവരും താമസിക്കട്ടെ. അത് അവരുടെ സന്തോഷമല്ലേ, അവരുടെ പ്രൈവസി അല്ലേ? നീക്ക് അതാണ് ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. കിച്ചു ഇത് വീഡിയോ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കിച്ചു ഇത് കാണുവാണെങ്കിൽ ഓമാർക്ക് നല്ല പണി കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ ഓമാർക്ക് തന്റെ വീഡിയോ ആണ് അവർ ക്രോപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് തനിക്ക് അറിവുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിന്റെ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ഇനി സ്വന്തം ക്ലിപ്സും വോയിസും മാത്രമേ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ റിജക്ട് ചെയ്യുന്നു. അപ്പൊ കുറെ ഹുങ്ക് തീരും നിന്റെയൊക്കെ. എന്തായാലും നന്നായിട്ടുണ്ടടാ. ഇത്രയും തറകളാണ് ഞാൻ ലോക തറകൾ സന്തോഷം. പക്ഷേ രേണു പിന്മാറരുത്, കിച്ചു പിന്മാറരുത്. നീ കിച്ചുവും ഞാൻ പറയുന്നത് നിന്റെ വ്ളോഗിലെ ഫൂട്ടേജ് എടുത്ത് യൂസ് ചെയ്തേന് നീ പരാതിപ്പെടണം. നീ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണം മോനെ. കാരണം അത് വെച്ചിട്ടാണ് ഇവന്മാരെ നിന്റെ അമ്മയെ ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിട്ടു കൊടുക്കരുത് നീ. അത് എനിക്ക് പറയാനുള്ളൂ. രേണു, ഓൾ ദ വെരി ബെസ്റ്റ്.